ലോകത്തിലെ പ്രധാനപ്പെട്ട സമുദ്രപാതയിൽ അടിക്കടി ഉണ്ടാകുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ വിവിധ ലോകരാജ്യങ്ങൾ രംഗത്തെത്തിയതിന് തൊട്ടു പിന്നാലെ അമേരിക്ക മുന്നറിയിപ്പുമായി എത്തിയത് ഹൂതി വിമതരാണ് ചെങ്കടലിൽ ഈ വാണിജ്യ കപ്പലുകളെ ആക്രമിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 27 കപ്പലുകളായിരുന്നു ആക്രമിച്ചത്. ഈ മുന്നറിയിപ്പിൽ തൊട്ടു പിന്നാലെ ഇന്നലെ മുതൽ അമേരിക്കയും ബ്രിട്ടനും ശക്തമായ രീതിയിലുള്ള ബോംബിംഗ് ആണ് യമനിൽ നടത്തുന്നത്. ഹൂതിയുടെ കേന്ദ്രങ്ങളിലാണ്, അവരുടെ ഈ റോക്കറ്റ് ലോഞ്ചർ കേന്ദ്രങ്ങളിലാണ് വ്യോമാക്രമണം നടത്തുന്നത്. യമനിലെ ഭൂരിഭാഗം കേന്ദ്രങ്ങളും അല്ലെങ്കിൽ യമനിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും നിയന്ത്രിക്കുന്ന ഹൂതികളാണ്. ഹൂതികൾ ഇറാന്റെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന വിഭാഗമാണ്. ഹമാസ് ഇസ്രായേൽ യുദ്ധം തുടങ്ങിയതിന് ശേഷമാണ് ഈ ഒരു ആക്രമണം ഹൂതികൾ ഈ കപ്പലുകൾക്ക് നേരെ അഴിച്ചുവിട്ടിരിക്കുന്നത്. UK, ഓസ്ട്രേലിയ, ബഹ്റിൻ, കാനഡ, നെതർലൻഡ് എന്നീ രാജ്യങ്ങളുടെ സഹായത്തോടു കൂടിയാണ് ഇന്നലെ ബോംബിംഗ് ആരംഭിച്ചിരിക്കുന്നത്. ഇന്ത്യയും പിന്തുണ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യ കഴിഞ്ഞ ദിവസം 6 യുദ്ധക്കപ്പലുകൾ കൂടി ഇന്ത്യൻ അതിർത്തിയിലേക്ക് നീക്കിയിരുന്നു. ഇതോടെ 10 യുദ്ധക്കപ്പലുകൾ ഇന്ത്യയും വിന്യസിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ US സ്റ്റേറ്റ് സെക്രട്ടറിയുമായി ആശയവിനിമയം നടത്തിയിരിക്കുന്നു. ഇന്ത്യയുടെ പിന്തുണ അറിയിച്ചിരിക്കുന്നു. UN രക്ഷാസമിതി പറയുന്നതും ഇത്തരം ഈ കടൽ കൊള്ളക്കാരെ അല്ലെങ്കിൽ ഈ കപ്പലുകളെ ആക്രമിക്കുന്നവരെ തുരത്തണമെന്ന് തന്നെയാണ്. ഏതായാലും ശക്തമായ ഒരു ബോംബാക്രമണം എന്ന് തന്നെ പറയേണ്ടി വരും. ഇതിനെതിരെ വിവിധ രാജ്യങ്ങൾ അമേരിക്കയും ബ്രിട്ടനും പിന്തുണച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. കാരണം ഈ ചെങ്കടൽ വഴിയാണ്, ഈ പ്രധാനപ്പെട്ട സമുദ്രപാതയാണ്, ഇതുവഴിയാണ് വാണിജ്യ കപ്പലുകൾ വിവിധ രാജ്യങ്ങളിൽ കടന്നു പോകുന്നത്. ഇത് ആക്രമിക്കുന്നത് വെച്ചു പൊറുപ്പിക്കാൻ കഴിയില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് വിവിധ രാജ്യങ്ങൾ. ഏതായാലും ഹമാസ് വീഴുന്നതിന് മുമ്പ് തന്നെ യമന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും കത്തിച്ചാമ്പലാകുന്ന ലക്ഷണമാണ് ഇപ്പോൾ കാണുന്ന. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.